11 ഡേയ്സ് എനർജി ചാലഞ്ചിൻ്റെ ഡേ 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ദിവസമായിട്ട് ഓരോ ഏരിയാസ് ഓഫ് ലൈഫിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയും നമ്മളുടെ എനർജി ഹൈ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 4 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾ വളരെയധികം ഇമോഷനോട് കൂടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഈ ഒരു 4 ദിവസം കൊണ്ട് തന്നെ വളരെയധികം ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെൽഫ് ലവിനുള്ളതും നമ്മൾ പേഴ്സണാലിറ്റിക്കുള്ളതും നമ്മൾ ഹെൽത്ത്, ബോഡി, മണി, ഈ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ എഴുതി. ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിയറിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ യു ക്യാൻ റൈറ്റ് 15 ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ കരിയർ. നിങ്ങൾ എന്ത് ജോലിയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള 15 ഗ്രാറ്റിറ്റ്യൂഡ്. അവിടുത്തെ മെയിൻ MD ആണെങ്കിൽ MD, സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫ്, അതല്ല കൊളീഗ്സ് ആണെങ്കിൽ കൊളീഗ്സ്, ഇങ്ങനെ എല്ലാ അവിടുത്തെ ഓഫീസ് സിറ്റുവേഷൻ, എൻവയോൺമെൻറ്റ്, സാഹചര്യങ്ങൾ, എല്ലാത്തിനും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. 15 ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ കറൻറ്റ് ജോബ്. ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്, ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ചെറിയൊരു ബിസിനസ്, ഇങ്ങനെയുള്ളതാണെങ്കിലും നിങ്ങൾ വീട്ടുജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടുജോലിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയിട്ട്, വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നതാണെങ്കിലും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് അപ്രിസിയേഷൻസോ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ തോന്നിയിട്ടുള്ള എല്ലാ കാരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. അത് കഴിഞ്ഞ് അടുത്തത്, ഈ ഒരു ജോലിയിൽ നിന്നും നിങ്ങൾക്കുണ്ടായിട്ടുള്ള 5 ലേണിങ്സ്, നിങ്ങൾ എന്താണ് ഇതിൽ നിന്നും പഠിച്ചത്, നിങ്ങൾക്ക് പുതുതായിട്ട് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ജോലിയിലൂടെ പഠിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത് എഴുതുക. 5 സ്റ്റേറ്റ്മെൻറ്റ്സ് വേർ യു വാട്ട് യു ഹാവ് ലേൺഡ് ഫ്രം ദിസ് ജോബ്, കറൻറ്റ് ജോബ്. അപ്പോൾ അതും കൂടി എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു 1 വീക്കായിട്ട് 5 ഡേയ്സായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അപ്പോഴാണ് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൂടുതൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ്. നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും തന്നെ ഇത്രയധികം മാറ്റങ്ങളുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 11 ഡേയ്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എനർജി ലെവൽ വളരെയധികം ഹൈ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും 5ാമത്തെ ദിവസത്തെ പ്രാക്ടീസുകളും ചെയ്യുക. കീപ് ഓൾവേസ് യുവർ എനർജി ഇൻ എ ഹൈ ലെവൽ ഫ്രീക്വൻസി, വൈബ്രേറ്റ് ഇൻ എ ഹൈ ലെവൽ ഫ്രീക്വൻസി.